പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വിവാഹത്തിൻ്റെ തനതായ ജ്ഞാനായ പാരമ്പര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ആചാരങ്ങളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. പള്ളിയിലെ കർമ്മങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി പള്ളിയുടെ പുറത്തോട്ട് നമുക്കറിയാം, കല്യാണത്തിൻ്റെ നമ്മുടെ ആഘോഷങ്ങളുടെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും റിച്ചായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന ഓരോ കർമ്മങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ സ്വീകാര്യങ്ങളിൽ എല്ലാവർക്കും ജ്ഞാനായ കല്യാണം കൂടണമെന്ന് ആഗ്രഹിക്കും. എല്ലാവരുടെയും മനസ്സിൽ, ജ്ഞാനായക്കാരല്ലാത്തവരും അത് പരിചിതമായ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു കാര്യമാണ് ഇനി നടക്കുന്ന ഓരോ കാര്യങ്ങളും. കാരണം അതിനെല്ലാം അതിൻ്റേതായൊരു പുതുമയുണ്ട്, ഒരു ആഘോഷമുണ്ട്, കുടുംബങ്ങളുടെ മുഴുവനും ഒരു വലിയ സമന്വയമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കറിയാം, മോണ്ടലത്തിലോട്ട് വന്നു കഴിയുമ്പോൾ സാധാരണ എല്ലാ സീറോ മലബാർ കല്യാണങ്ങൾക്കും ഇപ്പോൾ നമ്മൾ മാലയിട്ട് സ്വീകരിക്കുന്ന രീതിയുണ്ട്. ഒന്ന്, ഇന്ന് നമ്മൾ ചിലരൊക്കെ കല്യാണത്തിൻ്റെ ആ സമയത്ത് തന്നെ, അതായത് ഈ മന്ത്രകോടിയൊക്കെ അണിയിച്ച് കഴിഞ്ഞ് കാർമ്മികൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മാലയിടുന്ന രീതിയുണ്ട്. പക്ഷെ നമ്മുടെ കല്യാണങ്ങൾക്ക് അത് ഇന്ന് തുടരുന്നില്ല. നമ്മളത് മോണ്ടലത്തിലോട്ട് വന്നു കഴിയുമ്പോൾ സാധാരണ കുട്ടികളോ ഏറ്റവും അർഹതപ്പെട്ട അവരെ കൊണ്ട് അവരാണ് കുഞ്ഞുങ്ങളുടെ ഈ ഭാര്യാഭർത്താക്കന്മാരുടെ അവരെ മാലയിട്ട് തങ്ങളുടെ ഈ സ്വീകരണത്തിന് വേണ്ടിയിട്ട് അവർ സ്വാഗതം ചെയ്യുന്നത്. അപ്പം അതൊന്ന്. സാധാരണഗതിയിൽ ചെറുക്കൻ്റെ മുതിർന്ന കാർന്നവന്മാരാരെങ്കിലും വന്നിട്ട് സാധാരണ വേന്തൻ മുടി അണിയിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വേന്തൻ മുടി എന്ന് പറയുന്നത് നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. അത് അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് ഉള്ള കാര്യം, നമ്മുടെ ഒരു വലിയ പൈതൃകമാണത്. ക്നായിത്തോമായുടെ സ്ഥാനം രാജ്യത്ത് ചെർമാൻ പെരുമാൾ അംഗീകരിച്ചു കൊടുത്തൊരു കാര്യം. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ ചന്തം ചാർത്തുന്ന സമയത്ത് നമ്മൾ പറയും 17 പരീക്ഷകൾക്ക് മേലുള്ള മാളൂരോട് എന്ന് പറയും. ഈ 17 പരീക്ഷകൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. കൊല്ലൻ, തട്ടാൻ, അതുപോലുള്ള സാധാരണ അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ഓരോരുത്തരും ഓരോ ജാതിയാണ്. അപ്പോൾ അവരൊരു പ്രാവശ്യം ഈ രാജാവിനോട് പിണങ്ങി അവരെല്ലാം ശ്രീലങ്കയിലേക്ക് പോയി. അവർ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് തെങ്ങ് കയറാൻ ആളില്ല, കൊല്ലപ്പണിക്കാരില്ല, സ്വർണ്ണപ്പണിക്കാരില്ല. ആകെപ്പാട് അവർ ബുദ്ധിമുട്ടിയപ്പോൾ ഈ രാജാവ് പല തന്ത്രവും ഉപയോഗിച്ച് ഇവരെ കൊണ്ടുവരാൻ, പക്ഷെ വരുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ക്നായിത്തോമായ ഇതിന് നിയോഗിച്ചു, നീ എങ്ങനെയെങ്കിലും പോയി അണിനയിപ്പിച്ച് അവരെ കൊണ്ടുവരാൻ. അങ്ങനെയാണ് അദ്ദേഹം പോയി ഇവരെ അണിനയിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ, രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി രാജാവിന് നന്ദി സൂചകമായിട്ട് അവരിലുണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം കൂടി ഉരുക്കി ഒരു നല്ല ഒരു കിരീടം പോലൊരു മുടിയുണ്ടാക്കി. ആ മുടി ചെർമാൻ പെരുമാളിന് കൊടുത്തപ്പോൾ ചെർമാൻ പെരുമാൾ തലയിൽ വയ്ക്കാതെ, ഇത് ഞാനല്ല ഇത് ധരിക്കേണ്ടത്, ഇതിന് അർഹത എനിക്കല്ല, നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്നായിത്തോമായ്ക്ക് ഇത് വെച്ച് കൊടുത്തു. അതാണ് ഈ വേന്തൻ മുടി എന്ന് നമ്മൾ പറയാറുള്ളത്. അതിന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചുങ്കം പള്ളിയിലാണ് ഇരിക്കുന്നത്, സൂക്ഷിക്കുന്നത്. അതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു വേറെ മറ്റു രീതിയിലുള്ള അതിൻ്റെ ഒരു എന്നാ പറയുന്നത് പുനർനിർമ്മിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സാധാരണ കല്യാണങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ചുങ്കം പള്ളിയിലോടും അതിനടുത്തുള്ള പള്ളികളുമൊക്കെ ചിലപ്പോഴെങ്കിലും കല്യാണങ്ങൾക്ക് അത് ഉപയോഗിക്കുന്ന പതിവ് കേട്ടിട്ടുണ്ട്. എങ്കിലും വേന്തൻമുടി എന്താണെന്ന് കൂടി ഈ കൂട്ടത്തിൽ, അത് കല്യാണ അവസരങ്ങളിലാണ് ഇത് സാധാരണ പുറത്തെടുത്ത് ഉപയോഗിക്കാറുള്ളത് എന്നുകൂടി ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞാലുള്ളതാണ് നമുക്കറിയാം, ചെറുക്കൻ്റെ അമ്മാവൻ പോയി പള്ളിയിൽ നിന്നും തഴക്കുട എടുത്തുകൊണ്ട് വന്ന് പെണ്ണിൻ്റെ അമ്മാവൻ്റെ കയ്യിലോട്ടും കൊടുത്ത് രണ്ടുപേരും കൂടി അത് പിടിച്ചിട്ടാണ് പിന്നെ നടപടി ആരംഭിക്കുക. ഈ തഴക്കുട എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം, പ്രത്യേകിച്ച് ജെറൂസലേമിൽ അവരെല്ലാ പ്രദക്ഷിണങ്ങൾക്കും പ്രത്യേകമായ രാജകീയ വരവേൽപ്പുകൾക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുടയാണ്. അപ്പോൾ അത് പിന്നീട് നമ്മളുടെ ഈ ഇറാഖിലേക്കും നമ്മുടെ യഹൂദ കോളനികളുണ്ടായിരുന്ന എല്ലായിടത്തും ഇത് പ്രചാരത്തിലുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ അതിന് കൊടുങ്ങല്ലൂർ വന്നു കഴിയുമ്പോഴും ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നീട് നമുക്ക് ഈ 72 പദവികൾ എഴുതി കിട്ടിയപ്പോൾ ക്നായിത്തോമ ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഇതിങ്ങനെ വേറെ എവിടെ ഇല്ലാത്തതാണ്, അപ്പോൾ ഇത് തഴക്കുട ഞങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോകാനുള്ള അവകാശം വേണമെന്ന് വെച്ചാൽ അത് തഴക്കുട എടുക്കാനുള്ള അവകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തഴക്കുടയുടെ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു പറുദീസായുടെ ഓർമ്മപ്പെടുത്തലാണ്. പറുദീസായുടെ ഷേപ്പിൽ വളരെ അലങ്കാരപൂർണമായിട്ടുള്ള
ഒരു കുടയാണത്. അതിൻ്റെ ചുവട്ടിൽ ആ ഒരു പറുദീസയിൽ എങ്ങനെ ആദ്യ ദമ്പതികൾ സുരക്ഷിതരായിരുന്നു അതുപോലെ ഇവരും സുരക്ഷിതരാവട്ടെ എന്നുള്ള ചിന്തയോടെയാണ് ഇവരെ മാതാപിതാക്കൾ ഈ തഴക്കൊടിയുടെ കീഴിൽ നിർത്തിക്കൊണ്ടാണ് ആദ്യത്തെ നടവിളി. നടവിളി എന്ന് പറയുന്നതിനും 2-3 തലങ്ങളുണ്ട്, നമുക്കറിയാം. അതൊരു ആഘോഷമായ വരവേൽപ്പിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇതിനൊരു ബൈബിൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമുക്കറിയാം, യഹൂദരുടെ വിവാഹത്തിന് അവർക്കൊരു ആർപ്പുവിളി പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകളുടെ ഉപമ പറയുമ്പോൾ ഇതാ മണവാളിനെത്തി എന്നുള്ള ആർപ്പുവിളി വരുമ്പോഴാണ് കന്യകമാരെല്ലാവരും കൂടെ അവനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി വരിക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പഴയ രീതിയിൽ കല്യാണം എന്ന് പറയുന്നത് പള്ളിയിൽ നിന്നും പിന്നീട് തീർച്ചയായിട്ടും വീട്ടിലോട്ട് എത്തണമെങ്കിൽ അന്നൊക്കെ വാഹനങ്ങളില്ലല്ലോ, നടന്നാ പോണേ. അപ്പം നടന്ന് പോകാം എന്നുള്ളതിലാണ് നടായോ നല്ല നടപ്പിൽ നന്നായിട്ട് നടന്ന് അങ്ങ് പോകാം എന്നുള്ള രീതിയിലും ഉറക്കെ അതിനോടൊപ്പം എല്ലാവരുടെയും കൂടി ഒരു കുരവീടിയിൽ, ഇപ്പോൾ നല്ലൊരു ഹൈന്ദവ ആചാരം അനുസരിച്ച് കല്യാണം കഴിയുമ്പോൾ കുരവീടിയിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സന്തോഷം പ്രകടിപ്പിക്കലാണ്. അപ്പം ഇന്നും നമുക്കറിയാം, നമ്മുടെ ഏത് കൂട്ടായ്മയിലും നമ്മൾ വിളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഊർജ്ജം വരുന്നു, വലിയൊരു സന്തോഷം വരുന്നു. അപ്പോൾ ആ നടവിളിയുടെ രീതി നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒറ്റ ശ്വാസത്തിലാണ് ആ ഒരു പോകേണ്ടത്. അതുകൊണ്ട് ആദ്യം കൈകൾ 2 അമ്മാവന്മാരും കൈകൾ ഭൂമിയിലോട്ട് താഴോട്ട് താത്തിയിട്ട് നേരെ വിരൽ ചൂണ്ടി അത് കഴിഞ്ഞ് നടനടായോ എന്ന് പറഞ്ഞ് മുകളിലോട്ട് ചെല്ലുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു തീർത്ഥയാത്രയാണ്. ഈ മണ്ണിൽ നിന്നും ദൈവത്തെങ്കിലേക്ക് സ്വർഗത്തിലേക്ക് എത്തേണ്ടിയവരാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഈ കുടുംബം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നടനടായോ അങ്ങനെ ഈ കൈകൾ. അതൊരു വലിയ ഒരു മുദ്രയാണ്. ആ മുദ്രയിൽ എപ്പോഴും സൂക്ഷിക്കുക. അതുപോലെ ഒറ്റ ശ്വാസത്തിൽ ഓരോ നട എന്ന് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം നട കഴിഞ്ഞിട്ട് പിന്നെയും താഴോട്ട്. അപ്പോൾ അതൊരു പിന്നെ നമ്മൾ 3 പ്രാവശ്യമാണ് ഈ വരവേൽപ്പ് സമയത്ത് വിളിക്കുക. ഒന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന്, പിന്നെ 2ാമത് സാധാരണ കുരിശുത്തൊട്ടി ഉണ്ടാവും, കുരിശുത്തൊട്ടിയിൽ ചെന്ന്, പിന്നെ 3ാമത് വീടിനടുത്ത് എത്തുമ്പോൾ. അപ്പോൾ വീടിനടുത്ത് എത്തുമ്പോഴത്തേക്ക് ഈ നടവിളി കേട്ടിട്ടാണ് വീട്ടിൽ ചെറുക്കൻ്റെ അമ്മയും സഹോദരിമാരും ഒക്കെ അവിടെ നെല്ല് നീരും വെക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വരിക. അപ്പം അതുകൊണ്ട് ഈ നടവിളിക്ക് അങ്ങനെയുള്ള കുറേ അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സന്തോഷത്തോടെ നോക്കുന്നൊരു കാര്യമുണ്ട്. എന്താ? ഈ പെണ്ണിനെയും ചെറുക്കനെയും എടുക്കുന്നുണ്ട് അമ്മാവന്മാരും കൂടും. അതിന് കൊടുത്ത് ആങ്ങളമാരും അല്ലെങ്കിൽ അനുജന്മാരോ ചേട്ടന്മാരോ ഉണ്ടെങ്കിൽ അവരോട് കൂടും. അതൊരു വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ്. പക്ഷേ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പണ്ടത്തെ കാലത്ത് ഇവരൊക്കെ 12 വയസ്സോ 13 വയസ്സിലോ ഒക്കെ കല്യാണം നടത്തുന്നത്. അപ്പോൾ പള്ളിയിൽ നിന്നും ദൂരെ ആയിരിക്കും വീട്. സാധാരണ അന്നത്തെ വീടുകളൊക്കെ ഒരിച്ചിരി ഉയർന്ന സ്ഥലത്തായിരിക്കും വഴിയിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് ഇതിങ്ങൾക്ക് മടുത്ത് നടന്ന്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ കാരണവന്മാരെ എടുത്തുകൊണ്ട് പോകുന്ന പോലുള്ള ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് കാര്യം അതിൻ്റെ ഒന്നും പ്രസക്തിയില്ല. ഒരു പ്രായമായി ഇവരെല്ലാം വണ്ടിക്കും വെള്ളത്തിനും വരുന്നെങ്കിലും നമ്മുടെ ആ പഴയ കാലത്തെ നല്ല ഓർമ്മകൾ മനസ്സിൽ കൊണ്ടുവരാൻ, അത് തന്നെ എല്ലാവരും സ്നേഹത്തിൻ്റെ വലിയ വാത്സല്യത്തിൻ്റെ ആങ്ങളമാർക്ക് പെങ്ങളോടുള്ളത്, അതുപോലെ ചേട്ടനോടുള്ള അനിയന്മാരുടെയും അതുപോലെ അമ്മാവന്മാരുടെയും ഒക്കെ വലിയ സ്നേഹം മുഴുവൻ പ്രകടിപ്പിക്കാൻ നമുക്കറിയാം. അവർ വളരെ രാജകീയമായിട്ട് എല്ലാവരുടെയും തോളിലൊക്കെ കൈയിട്ടിട്ട് അവരെങ്ങനെ 2 പേരും കൂടി ഒരുമിച്ച് വീട്ടിലേക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നതിന്, ആ ഒരു എടുത്ത് കൊണ്ടുപോകുന്നതിന് അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട്, അതിനൊരു സന്തോഷമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അത് ആഭാസമാക്കാതിരുന്നാൽ മതി. പിന്നെ എത്തിക്കഴിയുമ്പോൾ ആദ്യത്തെ നമുക്ക് നമ്മുടേതായ ഒരു വലിയ തനിമയാണ് പെണ്ണിനെയും ചെറുക്കനെയും വീട്ടിലേക്ക് അമ്മ സ്വീകരിക്കുന്നത്. അപ്പോൾ 2 അമ്മമാർക്കും റോളുണ്ടെന്ന് തിരിച്ചറിയുക കേട്ടോ. ചെറുക്കൻ്റെ അമ്മയാണ് ആദ്യത്തെ, കാരണം ഈ വീട്ടിലോട്ടാണ് ഒരു പുതിയ മരുമകൾ കെട്ടി വരുന്നത്. അവിടെ ചെയ്യുന്നത് എന്താ നമുക്കൊക്കെ അറിയാം. ഒരു പെൺപിള്ളേർ 2 പേരുണ്ടെങ്കിൽ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തേക്കും, അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിമാരോ ആരെങ്കിലും ആ സ്ഥാനത്തേക്കും. ഒരാളുടെ കയ്യിൽ സാധാരണഗതിയിൽ വെള്ളമായിരിക്കും, മറ്റൊരാൾ കയ്യിൽ വെളിച്ചം ഉണ്ടാവും, കൊൽവിളക്ക് കൊളിച്ച് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിൽ നെല്ലും നീരും നമ്മൾ നെല്ലും നീരും വെക്കുക എന്ന് പറയുന്നത് ഇതെന്തിൻ്റെ സൂചനയാണ്? ഒന്ന് 7 നെൽമണികളുണ്ടാവും. 7 നമുക്കറിയാമല്ലോ പൂർണ്ണതയുടെ പ്രതീകമാണ്. അതെപ്പോഴും സഭയുടെ 7 കുദാശകൾ എല്ലാ സമൃദ്ധിയുടെയൊക്കെ സൂചനയാണ് 7. പിന്നെ അതിനകത്തൊരു ഇത്തിരി വെള്ളമുണ്ട്. വെള്ളം നമുക്കറിയാം
ശുചീകരണത്തിൻ്റെയാണ്, പക്ഷേ അതിന് വേറൊരർത്ഥം കൂടി വരുന്നുണ്ട്. പിന്നെയുള്ളത് നമുക്കറിയാം കുരുത്തോലയിടും. അപ്പോൾ ഇത് മൂന്നും കൂടെയാണ് ഈ ചെറുക്കൻ്റെയും പെണ്ണിനെയും കൂടി സ്വീകരിക്കാൻ വേണ്ടി അമ്മ കാത്തിരിക്കുന്നത്. ഇവർ വന്നു കഴിയുമ്പോൾ ചെറുക്കൻ്റെ നെറ്റിയിലാണ് ഈ കുരുത്തോല കൊണ്ട് വെള്ളത്തിൽ മുക്കിയിട്ട് കുരിശാകൃതി 3 പ്രാവശ്യം കുരിശ് വരയ്ക്കുന്നു. അതുപോലെ പെണ്ണിൻ്റെയും. ഇനി അതിനെ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തുകൊണ്ടാണ്? കാരണം പറുദീസയിൽ പാപം ചെയ്ത് അവർ പുറത്തായി കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം തേടണം എന്ന് പറഞ്ഞാൽ നീ കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് വിഭവങ്ങളുണ്ടാക്കി. അപ്പോൾ ഇവിടെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി അധ്വാനിച്ച് കുടുംബം പോറ്റാൻ ഈ 2 പേരും തയ്യാറാവണം. അതിന് കുരുത്തോലയിൽ വരയ്ക്കുന്ന കുരിശ്, കർത്താവിൻ്റെ കുരിശ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംരക്ഷണമായിരിക്കും. നെൽമണികൾ, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ അധ്വാനങ്ങൾ സമൃദ്ധമായി നിങ്ങൾക്കുണ്ടാവട്ടെ എന്നുള്ളൊരു ആശംസ കൂടിയാണ്. അപ്പം അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ജീവിക്കാനുള്ളതെല്ലാം തീർച്ചയായിട്ടും ദൈവം തരും, നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടതാവും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കുരിശടയാളത്തോടുകൂടി 2 പേരുടെ നെറ്റിയിൽ കുരിശ് വരച്ച് അമ്മ ഇവരെ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. അതാണ് നെല്ലും നീരും വെച്ചാണ് ഇവരെ അകത്തോട്ട് നമ്മൾ സ്വീകരിക്കുക. ഇത് കഴിയുമ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം, എല്ലാവരും അവിടെ ഒരു മണക്കോലം കെട്ടിയിട്ടുണ്ടാവും. സാധാരണ ഇന്ന് നമ്മൾ പാരിഷുകളിലൊക്കെ ആയതുകൊണ്ട് വലിയ ഇതൊക്കെയാണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് ഈ മണക്കോലത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് മുകളിൽ വെള്ളത്തട്ട് ഉണ്ടായിരിക്കുന്നത് ആകാശത്തിൻ്റെ സ്വർഗത്തിൻ്റെയും ഒക്കെ സൂചകമാണ്. ഈ വെള്ളത്തട്ടിൻ്റെ അടിയിലാണ്, താഴെയാണ് സാധാരണഗതിയിൽ പണ്ടൊക്കെ കൊരണ്ടിയിലായിരുന്നു. 2 കൊരണ്ടി ഇട്ടിട്ട് അതിന് മേലെ കമ്പിളി വിരിച്ച്, കമ്പിളി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം വിരിച്ചിട്ടാണ്. കമ്പിളി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അത് ഇച്ചിരി പരിപരുത്തത, അതൊരു ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾക്ക് മുകളിൽ ഈ വെള്ളവിരിയിട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവട്ടെ എന്നുള്ള ചിന്തയിലാണ് അവരെ അവിടെയാണ് ഇരുത്തുന്നത്. ഇന്നിപ്പോൾ കസേരകളിലൊക്കെയാണ് വളരെ ആർഭാടമായിട്ടുള്ള നല്ല ടേബിളിലും ഒക്കെ ഇരുത്തുന്നത്. ഏതായാലും ഇവിടെ കൊണ്ടുവന്ന് ഇവരെ ഇരുത്തി കഴിഞ്ഞ് തീർച്ചയായിട്ടും ഒരു ഇപ്പോഴത്തെ കാലത്ത് ഫ്രഷ് ഡ്രിങ്ക്സൊക്കെ കൊടുത്ത് അവർ അതെല്ലാം സെറ്റായി കഴിയുമ്പോൾ എല്ലാവരും ഇരുന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഏറ്റവും നല്ല പ്രൗഢഗംഭീരമായ നമ്മുടെ ജ്ഞാനായ പൈതൃകങ്ങൾ മുഴുവനും പ്രകടമാവുന്ന, എല്ലാവരും സന്തോഷത്തോടെ നോക്കിക്കാണുന്ന കുറച്ച് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം നടക്കുന്നത് വാഴുപിടുത്തമാണ്. നമുക്കറിയാം, വാഴ്വ് എന്ന് നൽകുന്ന ആ ഒരു ചടങ്ങെന്ന് പറയുന്നത് വളരെ വൈകാരികമായി. അത് ആ സമയത്തൊക്കെ അതിന് വാഴ്വുന്ന വാഴു എന്നുള്ള രീതിയിലുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ആദ്യം എങ്ങനെയാണ് 1 മിനിറ്റ് നേരത്തേക്ക് എല്ലാവരും നിശബ്ദമാകും. ഈ അമ്മയാണ് വാഴു പിടിക്കേണ്ടത്, പെണ്ണിൻ്റെ അമ്മ. എല്ലാ അമ്മമാരുടെയും മാതാപിതാക്കളുടെയും മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഈ അമ്മ ഇവിടെ നിൽക്കുക. താൻ പെറ്റു വളർത്തിയ ഈ മകളെ വേറൊരു യുവാവിൻ്റെ കയ്യിലോട്ട് ഫലമേൽപ്പിക്കുന്നു. ആ ഒരു ചിന്തകളൊക്കെ, ആ മകളെക്കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളുമൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് അവൾക്ക് നല്ലത് വരട്ടെ എന്നുള്ള വിശ്വാസത്തോടെ ഇനി അമ്മ 3 പ്രാവശ്യം അനുവാദം ചോദിച്ചിട്ടാണ്, ചെറുക്കനും പെണ്ണിനും ഞാൻ വാഴു പിടിക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ച് സഭയുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഇത്. ഇനി ആ വാഴു പിടിക്കുന്ന രീതി എപ്പോഴും ശ്രദ്ധിച്ചോളുക. എങ്ങനെയാണ് നമുക്കറിയാം, അതൊരു കുരിശാകൃതിയിൽ, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പിടിക്കാം. നമുക്ക് ഇങ്ങനെ പിടിച്ചാലും ആസ്വദിക്കാം. നമ്മൾ പള്ളിയാച്ചന്മാരൊക്കെ കുർബാനയ്ക്ക് ശേഷമൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ അമ്മ ചെയ്യുന്നത് എന്താ? അമ്മ ചെയ്യുന്നത് സാധാരണ കുരിശാകൃതിയിലാണ് കൈവയ്ക്കുക. ഈ കുരിശാകൃതിയിൽ വെക്കുന്നതിൻ്റെ സൂചന എന്താ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 48-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ യാക്കോബ് മരിക്കാൻ നേരത്ത്, യാക്കോബിനെ ഇവിടെ കൊണ്ടുവന്ന ആൾ യോസഫാണല്ലോ, ഏറ്റവും ഈ ജോസഫിനോട് പറഞ്ഞാൽ നിൻ്റെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ഇളയവരായ മനാസയും എഫ്രൈമുമാണ് കൊണ്ടുവന്നത്. എഫ്രൈമാണ് ഇളയത്, മനാസെ. സാധാരണഗതി മൂത്ത മക്കൾക്കാണ് വലത്തുകൈ വെച്ചിട്ട് ആശീർവാദം കൊടുക്കുന്ന സാധാരണ രീതിയിലല്ല. പക്ഷേ ഇവിടെ യാക്കോബ് ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ ജോസഫ് അപ്പൻ്റെ വലത്തുകൈ വരുന്നിടത്ത് മനാസയെയും മൂത്ത മകനെയും, ഇടതുകൈ വരേണ്ടടുത്ത് എഫ്രൈമിനെ നിർത്തി. നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ അപ്പനത് തിരിച്ചു, യാക്കോബ് കൈ ഇങ്ങനെ തിരിച്ചു പിടിച്ചപ്പോഴത്തേക്കും വലത്ത് കൈ എഫ്രൈമിൻ്റെ തലയിൽ വന്നു, ഇടത് കൈ
മനാസയുടെ കയ്യിൽ വന്നു. എഫ്രൈം എന്ന് പറയുന്നത് ഇസ്രായേലാണ്, യൂദയ ഗോത്രമാണ് പിന്നീട്. എന്ന് പറഞ്ഞാൽ മൂത്തയാൾ ഇളയവന് ദാസ്യവേല ചെയ്യും. ഇളയവനാണ് പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇളയവനോടാണ് ദൈവത്തിൻ്റെ പ്രീതി വരുന്നത്. അതാണ് യൂദാ ഗോത്രം, ദാവീദിൻ്റെ ഗോത്രമൊക്കെ പിന്നീട് പ്രബലമായി വരുന്നതൊക്കെ നമുക്ക്. അപ്പം അങ്ങനെ ആ ഒരു സൂചനയിലാണ്, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലാണ് നമുക്കറിയാം. ചെറുക്കനും പെണ്ണും ഇരിക്കുന്ന അതേപടി നമ്മൾ അമ്മ കൈകൊണ്ട് ചെല്ലുവാണെങ്കിൽ വലത്ത് കൈ പെണ്ണിൻ്റെ തലയിലോട്ടേ ചെല്ലുള്ളൂ. പക്ഷേ കെട്ട് പിണഞ്ഞിങ്ങനെ വെക്കുമ്പം വലത്ത് കൈ ചെറുക്കൻ്റെ തലയിൽ വരണം. അതെപ്പോഴും നമ്മുടെ ഒരു വലിയ ചിന്തയാണ്. കുടുംബത്തിൻ്റെ നാഥൻ അത് ഭർത്താവാണ്, അല്ലെങ്കിൽ അപ്പനാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. വലത്ത് കൈ അപ്പൻ്റെ ഈ ചെറുക്കൻ്റെ കയ്യിലും അത് ഏറ്റവും മുകളിലാണ്, ഇടത്ത് കൈ പെണ്ണിൻ്റെ തലയിലും വരുന്ന രീതിയിലാണ് വാഴു. അത് ആ വാഴുപാട്ട് പാടുന്നതോടെ വരെ അമ്മ പ്രാർത്ഥനാപൂർവ്വം ആ സമയത്ത് എല്ലാ മാതാപിതാക്കളും ശരിക്കും പറഞ്ഞാൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല നിമിഷങ്ങളാണ്. ഈ വാഴുപിടുത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആ സമയത്ത് എല്ലാവരും ഒത്തിരിയേറെ സന്തോഷിക്കും. ആ നല്ല മനോഹരമായ നമ്മുടെ വാഴു ഗാനമൊക്കെ പാടി യുവതീവാക്കളൊക്കെ നന്നായിട്ട് നൃത്തമൊക്കെ ചെയ്ത് അത് കഴിയുമ്പോഴാണ് നമുക്കറിയാമല്ലോ പെണ്ണിനും ചെറുക്കനും നമ്മൾ മധുരം കൊടുക്കുന്ന ചടങ്ങ്. നമ്മളിതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒത്തുകല്യാണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇച്ഛപ്പാട് കൊടുക്കുമ്പോഴൊന്നും അത് മധുരം കൊടുക്കലല്ല, അത് ഇച്ഛപ്പാട്, അത് അവർക്ക് ഒരു ഭക്ഷണം എന്ന രീതിയിൽ കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മധുരത്തിന് സാധാരണ ജ്ഞാനായ രീതി അനുസരിച്ച് പാലും പഴവുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് പല കൂട്ടുകളിൽ പല രീതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ അർത്ഥമാണ്. കാരണം പറുദീസയിൽ പാല് അല്ലേ, അല്ലെങ്കിൽ പഴം പറിച്ച് തിന്നതിൻ്റെയും ഒക്കെ ഒരു ചെറിയ സിംബിളിസം വരുന്നുണ്ട്. അപ്പം ആദ്യ മാതാപിതാക്കളുടെ ആ വലിയ ഒരുമ എല്ലാം നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പം മധുരിക്കുക, ജീവിതം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഫലവത്തായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ. അപ്പം അതിനകത്ത് അമ്മയാണ് കുഞ്ഞിന് ആദ്യം മുലയൂട്ടുന്നത് അല്ലേ, നമുക്കറിയാമല്ലോ. ആദ്യത്തെ ഭക്ഷണമാവുന്നത് അമ്മയാണ്, ഭക്ഷണം കൊടുക്കുന്നതും അമ്മയാണ് എന്ന് പറഞ്ഞ പോലെ അവസാനം ഈ മകളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഈ മകളെയും പാലൂട്ടുന്നു, ഒന്നും കൂടി പാലൂട്ടി, ഒന്നും കൂടി അവൾക്ക് ജീവിതത്തിൽ നല്ല ഭക്ഷണം കൊടുത്ത്, അല്ലെങ്കിൽ രണ്ടു പേർ കൂടി ഒരുമിച്ച് കൊടുത്ത് ഈ അമ്മ തന്നെ ആ റോള് വഹിച്ചുകൊണ്ട് അവരെ ജീവിതത്തിൻ്റെ വലിയ സൗഭാഗ്യത്തിലേക്ക്, മധുരമയിലേക്ക് ക്ഷണിക്കുന്നതാണ്. അത് നമുക്കറിയാം. സാധാരണ രീതിയിൽ കിണ്ടിയും കോളാമ്പും അവിടെ വെച്ചിട്ടുണ്ടാവും. വാ കഴുകിപ്പിച്ചിട്ടൊക്കെയാണ് ഈ മധുരം കൊടുക്കാറുള്ളത്. അമ്മയുടെ റോള് അവിടെ കൊണ്ട് സാധാരണഗതിയിൽ അതാണ് ആ കർമ്മങ്ങൾ കൊണ്ട് തീരുക. അടുത്തത് നമുക്കറിയാം, ഈ വാഴുപിടുത്തം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് കച്ച തഴുകൽ. ഇതും നിസ്സാരമുള്ളൊരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ഇത് ഞാൻ എൻ്റെ സാധാരണ ചിന്തകളിലൊക്കെ എനിക്ക് ഈ കച്ച തഴുകൽ പലപ്പോഴും നമ്മൾ ലാഘവത്തോടെ എടുക്കുന്ന തോന്നലുണ്ട്. പക്ഷേ അത് ഏറ്റവും ഗൗരവമായിട്ടും പരിശുദ്ധമായിട്ടും ചെയ്യേണ്ട ഒരു കർമ്മമാണെന്ന് എനിക്ക് വിചാരിക്കുന്നു. നമുക്കറിയാം കച്ച തഴുകൽ 3 കച്ചയാണ് സാധാരണ നമ്മൾ കല്യാണം ഉറപ്പീരിൻ്റെ സമയത്ത് ചോദിക്കാറുണ്ട്. എത്ര നിങ്ങൾക്ക് പെണ്ണിൻ്റെ വീട്ടുകാരോട് ചോദിക്കും, ആ ചെറുക്കൻ്റെ വീട്ടുകാർ നിങ്ങൾക്ക് എത്ര കച്ച വേണം. കാരണം ആ വല്യമ്മച്ചി ഉണ്ടെങ്കിൽ അമ്മൂമ്മ കച്ചയുണ്ട്, അമ്മ കച്ചയുണ്ട്, പിന്നെ അമ്മാവൻ കച്ച. 3 അമ്മാവൻ അച്ഛൻ കച്ച, അല്ലെങ്കിൽ അമ്മാവൻ കച്ച, അമ്മ കച്ച, അമ്മൂമ്മ കച്ച. ഈ കച്ച കൊടുക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കുക അല്ലോ. നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ഈ വസ്ത്രം കൊടുത്താണ് ഒരാൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക. അപ്പോൾ ആ രീതിയിൽ ഈ ഈ മകളെ ഞങ്ങൾക്ക് തന്നതിന്, അവളെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിയതിന്. അപ്പം അമ്മാവന്മാർക്ക് എന്തുകൊണ്ടാണ് ഈ അമ്മാവന് ഇത്രയും പ്രാധാന്യം? നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ എടുക്കരുത്. പഴയ കാലത്ത് ഗ്രാമീണ കാലത്തിൽ വണ്ടി വാഹനങ്ങളൊന്നുമില്ല. പെങ്ങളെ കെട്ടിച്ചു, ശരിയാ, എത്ര പ്രാവശ്യം നിങ്ങൾ ഏറ്റവും കുറഞ്ഞൊരു 3-4 പ്രാവശ്യമെങ്കിലും അവളെ പോയി കൊണ്ടുവരണം. സാധാരണ കല്യാണത്തിൻ്റെ ആദ്യത്തെ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ വീട്ടിൽ നിന്നും പറഞ്ഞു വിടും, ആങ്ങളമാരെ പറഞ്ഞു വിടും. ആങ്ങളമാർ പോയി പെങ്ങളെയും അളിയനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരണേ. അതാദ്യത്തെ അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും ഇനി അഥവാ നമ്മൾ ഓർത്ത് നോക്കിക്കേ, കുഞ്ഞിന് അവൾ ഗർഭിണിയായി അല്ലെങ്കിൽ കുഞ്ഞായി, ഈ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് വരുന്നതും കുഞ്ഞായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ ഈ ആങ്ങളമാരല്ലേ. അതാണ് അമ്മാവന്മാർക്ക് നല്ല അമ്മാവന്മാർ ഈ പെങ്ങളെപ്പോലെ തന്നെ അതേപോലെ
ഈ സന്തോഷിക്കുന്നു തങ്ങളുടെ മക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ പെങ്ങൾക്കുണ്ടായ മക്കളെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് ഈ അമ്മാവന്മാരുടെ ആ റോളിന് അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ് ഈ കച്ച തഴുകൽ. അതുകൊണ്ട് അമ്മാവൻ നമുക്കറിയാം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് പിന്നെ അമ്മ നമുക്കറിയാം, അമ്മ പെറ്റു വളർത്തിയതിന് തീർച്ചയായിട്ടും ഈ കുടുംബം കൊടുക്കുന്നതാണ്. മൂന്നാമത്തത് വല്യമ്മയുടെ റോൾ എല്ലാവരും ശ്രദ്ധിക്കും. പലപ്പോഴും ഈ അപ്പുറം പ്രായമായി ചുക്കിച്ചുളിഞ്ഞും ആരോഗ്യക്കുറവാന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കുകയില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വല്യമ്മച്ചിമാർ ചെയ്തതിൻ്റെ സുഹൃതത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നുള്ളത് കേട്ടോ. എല്ലാവരും ഓർത്തോണം. കാരണം നമ്മുടെ തല ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിനും കൈക്കുമൊക്കെ ഈ നീളവും ഈ വളരെ കൃത്യമായ സമീകൃതമായ ഒരു വളർച്ചയുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ വല്യമ്മച്ചിമാരാണ്. കാരണം അമ്മമാർക്ക് പ്രത്യേകിച്ച് മൂത്ത ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിരിക്കുമ്പം ഈ അമ്മമാർക്ക് പോലും കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് പോലും ഇതുപോലെ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കുളിപ്പിക്കാൻ പാളയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, കണ്ണൊക്കെ തിരുമ്മി തലയൊക്കെ ഇങ്ങനെ ഉരുട്ടി കഴുകി ആ തലയൊക്കെ ഉരുണ്ടതായതെങ്കിൽ നമ്മുടെ മൂക്കും നമ്മുടെ മുഖമൊക്കെ ഈ ഷേപ്പിൽ നന്നായിട്ട് കൊണ്ടുവരുന്നതിന് ഈ അമ്മമാർ എത്ര നാൾ ആ മടിയിൽ കിടത്തിയും ആ പാളയിൽ കിടത്തിയും ഒക്കെ നമ്മളെ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അമ്മമാരുടെ റോള്, വല്യമ്മച്ചിമാരുടെ റോളും മറക്കാതിരിക്കുക. അതുകൊണ്ട് പല മക്കൾക്കും വല്യമ്മച്ചിമാരോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഈ വല്യമ്മച്ചിമാർ കൂടി ഒരു ഗിഫ്റ്റ് ആ സമയത്ത് ഒന്ന് അംഗീകരിച്ച് കൊടുക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് കൊടുക്കാൻ തുടങ്ങുന്നത് നമുക്കറിയാം. ഈ അമ്മാവൻ വന്നിട്ട്, അതാണ് ഏറ്റവും പ്രൗഢെന്ന് ഞാൻ പറയുന്നത്. അമ്മാവൻ വന്നിട്ട് കൃത്യമായിട്ടും ഗ്രാനായക്കാർക്ക് തനിമയായി കിട്ടിയ പാരമ്പര്യം അനുസരിച്ച് തലയെക്കെട്ട് കെട്ടാൻ അവിടെ വെച്ച് പരസ്യമായിട്ട് എല്ലാവരും മുമ്പാകെ വന്ന് നല്ല അതിൻ്റെ 2 തുമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ടുള്ള തലയെക്കെട്ട് കെട്ടിയാണ് ചോദിക്കണത്. സമൂഹത്തോട് ചോദിക്കുന്നു, ചെറുക്കനും പെണ്ണിനും കച്ച തഴുകട്ടെ എന്ന്. അങ്ങനെ അനുവാദം കിട്ടിക്കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ കച്ച അത് തലയെ കെട്ടിക്കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ചിലരൊക്കെ അത് തലയെ കെട്ടി ഇത് താഴോട്ട് തോളയിലിട്ടിട്ട് പിന്നെ കച്ച തഴുകുന്നുണ്ട്. പക്ഷേ സാധാരണ അതിൻ്റെ ആ ഔദ്യോഗികതയിൽ തന്നെ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കച്ച തഴുകുന്നത് ശ്രദ്ധിച്ചോണം. ഈ സാധാരണ കച്ചയെടുത്ത് ഇവിടെയാണ് അപ്പൻ്റെ സ്ഥാനം. സാധാരണ കല്യാണങ്ങൾക്കൊക്കെ അപ്പൻ എവിടെയും കാണുന്നില്ല എന്ന് പറയും. കാരണം പണ്ടത്തെ മുതലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതും അങ്ങനെയാണ്. ചെറുക്കൻ്റെ കയ്യിലോട്ട് ഈ കച്ച, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് മുറി അല്ലെങ്കിൽ ചട്ടയും മുണ്ടിനുള്ള വസ്ത്രമായിരുന്നു. പക്ഷെ ഇന്ന് സാരിയാണ്. അപ്പോൾ സാരിയാണെങ്കിൽ ആ സാരി ഈ അപ്പനാണ് ചെറുക്കൻ്റെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എടാ കൊടുക്ക് എന്നുള്ള രീതിയിൽ അർത്ഥത്തിൽ ഓരോ കച്ച. അതുകൊണ്ട് അപ്പൻ അവിടെ രംഗത്തുണ്ട്. അപ്പനാണ് അത് ചെയ്യേണ്ടതും, വേറെ ആരും അല്ല അത് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. അപ്പൻ അത് ചെയ്ത് അപ്പനെ അങ്ങനെയെങ്കിലും സമൂഹം ഒന്ന് കാണും, ഇതാണ് അപ്പൻ, ചെറുക്കൻ്റെ അപ്പൻ എന്നുണ്ടെങ്കിൽ ആ അപ്പൻ അങ്ങ് ഇട്ട് കഴിയുമ്പം ഈ അമ്മാവൻ സാധാരണഗതിയിൽ തൻ്റെ തൊടയിൽ, നമുക്കറിയാം അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൊടയിൽ കൈ രണ്ടും ഇങ്ങനെ വെച്ച് പിന്നെ ചെറുക്കൻ്റെ തൊടയിലും ഇതേപോലെ വെച്ച് തഴുകുക. അതാണ് കച്ച തഴുകൽ. എന്തിനാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്? അങ്ങനെ 3 പ്രാവശ്യം ചെയ്ത്, അപ്പം ഓരോ പ്രാവശ്യം തഴുകുമ്പോൾ ചെറുക്കൻ്റെ കയ്യിലുള്ള കച്ച എടുത്ത് ഇങ്ങനെ വെച്ച് ഒന്ന് പൊക്കിയിട്ട് പിന്നെയും വെച്ച് പിന്നെ ഒന്നും കൂടെ അങ്ങനെ ചെയ്ത്, അങ്ങനെ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കച്ച എടുത്ത് പെണ്ണിൻ്റെ കയ്യിലോട്ട് വെച്ച് പിന്നെ പെണ്ണിനെ ഇതുപോലെ തഴുകാൻ പോണേ. ഈ കച്ച തഴുകലിന് ഭയങ്കര അർത്ഥമുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അതായത് ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് ഇനി എന്താ ഇവർക്ക് വേണ്ടത്? ഏറ്റവും കൂടുതൽ വേണ്ടത് ഇവർക്ക് മക്കളെയാണ് വേണ്ടത്. അപ്പോൾ ഈ അരക്കൂട്ടിലാ തൊടുന്നത്, അല്ലാണ്ട് നെഞ്ചത്തും അവിടെ ഇവിടെ ഒന്നും അല്ല. അത് തൊടുകയും വേണം. ദൈവം തനിക്ക് തന്നിരിക്കുന്ന പ്രത്യുൽപാദന ശേഷി പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ നിങ്ങൾക്കും ലഭ്യമാവട്ടെ, നിങ്ങൾക്കും കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ എന്നുള്ള ആശംസയോടെയാണ് ഈ അമ്മാവനും ഈ അമ്മയും പിന്നീട് വരുന്ന വല്യമ്മച്ചിയും ഒക്കെ ഇവരുടെ 2 പേരുടെയും അരക്കൂട് തൊട്ട് 2 പേരുടെയും, അത് കഴിഞ്ഞ് ചെറുക്കൻ്റെ അരക്കൂട് പെണ്ണിൻ്റെ അരക്കൂട്, അങ്ങനെ തൊട്ട് ഇവർക്ക് സമൃദ്ധി, ഇവർക്ക് ദൈവത്തിൻ്റെ വലിയ ദാനമായ മക്കൾ ലഭിക്കട്ടെ എന്നുള്ള ആശംസയോടെയാണ് ഈ കച്ച തഴുകി എടുക്കുന്നത് എന്നോർമ്മിക്കുക. അതോടുകൂടിയാണ് സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട നമ്മളുടെ വിവാഹത്തിൻ്റെ ജ്ഞാനായ ആചാരങ്ങൾ അവിടെ തീരും. പിന്നെ തീർച്ചയായിട്ടും ഇനി പിന്നെ വരുന്നതൊക്കെ വളരെ മേമ്പടിയായിട്ട് വരുന്നത്, അതായത് ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കില്ല. പണ്ടത്തെ കാലത്ത്
നമുക്കറിയാം ഇപ്പോഴ് പാരിഷുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ ഇടയുണ്ട്. പണ്ടത്തെ കാലത്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് പന്തല, അവിടെ സാധാരണഗതിയിൽ പെണ്ണിൻ്റെ വീട്ടുകാർ, അവർ വിരുന്നുകാർ നമ്മൾ വിളിക്കും, അവരെയാണ്. അപ്പം സാധാരണഗതിയിൽ അമ്മാവന്മാരോട് അല്ലെ പാപ്പന്മാരോട് ചോദിക്കും, നിങ്ങളുടെ ആൾക്കാരൊക്കെ കയറി ഇരുന്നു എന്ന് ചോദിക്കും. പിന്നെ വിരുന്നിൽ ക്ഷണിക്കുന്ന രീതിയാണ്. വിരുന്നിൽ ക്ഷണിക്കുന്നത് രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. ആദ്യം ഈ ചെറുക്കൻ്റെ അമ്മാവൻ കിണ്ടി നിറച്ച് വെള്ളവുമായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഈ ആളെ പെണ്ണിൻ്റെ അമ്മാവനെ കൈ കഴുകിപ്പിക്കുന്നുണ്ട്. ക്ഷാളനം യഹൂദ പാരമ്പര്യത്തിൽ പ്രധാനപ്പെട്ട വിഷയം. എല്ലാ നല്ല ഭക്ഷണങ്ങൾക്ക് മുമ്പ് ഈശോ പോലും കാലും കൈയും ഒക്കെ കഴുകിച്ചിട്ട് അന്ത്യത്താഴം നടത്തി. നമുക്കറിയാം ക്ഷാളനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരു നമ്മൾ സാധാരണഗതിയിൽ അതിഥി സൽക്കാരത്തിൻ്റെ ആദ്യത്തെ പടിയാണ് അവരൊക്കെ കഴുകാൻ കൊടുക്കുക. അങ്ങനെ കഴുകി കഴിയുമ്പോൾ പിന്നെ കഴുകെല്ലാം കഴിഞ്ഞ്, അപ്പോൾ അതെല്ലാവരെയും കൊടുക്കുന്നതിന് പ്രത്യേകമായിട്ടായി പെണ്ണിൻ്റെ അമ്മാവനെ ഇത് കൈ കഴുകിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാലോ നമുക്കറിയാം സാധാരണ ഭക്ഷണം വിളമ്പാനുള്ള സമയമായി ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോഴിത്തൊട നന്നായിട്ട്, അല്ലെങ്കിൽ ഒരു കോഴി കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും ഒരു ഭക്ഷണം നന്നായിട്ട് ഒരുക്കിയിട്ട് അവർ അമ്മാവൻ്റെ കയ്യിലോട്ട് കൊടുക്കും. പെണ്ണിൻ്റെ അമ്മാവൻ അത് നുള്ളുന്നു, അതിൻ്റെ കൊടുത്ത് ഇപ്പോൾ ഒക്കെ അത് ചെറുക്കൻ്റെ അമ്മാവനോട് തൊന്ന്, പിന്നെ എല്ലാവരും കൂടി അത് വലിയ സന്തോഷത്തോടെ ഒരു പങ്കുചേരൽ, വിരുന്നിൽ പങ്കുചേർന്ന് പിന്നെ എല്ലാവരെയും ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. അതാണ് പ്രധാനമായിട്ടും നമ്മുടെ വിവാഹത്തിൻ്റെ ആചാരങ്ങളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ എല്ലാം. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. നമുക്കറിയാം കല്യാണത്തിൻ്റെ വിരുന്ന് സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഒക്കെ മറ്റുള്ളവരെല്ലാം പോയി കഴിയുമ്പോൾ സാധാരണഗതിയിൽ പെണ്ണിൻ്റെ വീട്ടുകാർ, നമുക്കറിയാം ഫസ്റ്റ് നൈറ്റ് സാധാരണഗതിയിൽ പെണ്ണിൻ്റെ വീട്ടിലാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ അല്ല, ഞാൻ പണ്ടത്തെ രീതികളൊക്കെ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് നൈറ്റൊക്കെ വീട്ടിൽ വെക്കണം? ഞാൻ പറഞ്ഞില്ലായിരുന്നു, കല്യാണം ഉറപ്പീര്, ഫസ്റ്റ് നൈറ്റ് ഇതൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ കാണാം. പെണ്ണിനാണ് ഈ ഫസ്റ്റ് നൈറ്റ് വരുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയും അവൾക്ക് അതിൻ്റേതായ ഒരുക്കങ്ങളും വേണ്ടത്. അപ്പം വീടിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സുന്ദരമായി അവൾക്ക് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇതിലേക്ക് ഇവിടെ വരുന്ന പെണ്ണിൻ്റെ അത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് പെണ്ണിൻ്റെ വീട്ടിലോട്ടായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. വീട്ടിൽ 2-3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം വൈകാരികമായിട്ട് എല്ലാവരും ഒക്കെ പൊഴിയുമ്പം അടുക്കള ഭാഗത്തോട്ട് ചെന്നിട്ട് സാധാരണ അടുക്കളയിലോ അടുക്കളയുടെ ഇപ്പുറത്തുള്ള മുറിയിലോ ഈ പെണ്ണിൻ്റെ അമ്മ പെണ്ണിൻ്റെ കൈ പിടിച്ച് ചെറുക്കൻ്റെ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ആ 3 കൈകൾ, ചെറുക്കൻ്റെ അമ്മയുടെ കൈ, മകളുടെ കൈ, പിന്നെ ഈ പറഞ്ഞ പെണ്ണിൻ്റെ അമ്മയുടെ കൈ, 3 കൈകളുടെ ഒന്നിപ്പിച്ചിട്ട് എൻ്റെ മകളെ നോക്കിക്കോണം, സംരക്ഷിച്ചോണം, നമ്മൾക്ക് അറിവില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തോണം അല്ലേ. നമുക്കറിയാം ഓരോ അമ്മമാരുടെയും കണ്ണ് നിറയുന്ന വളരെ സുന്ദരമായ ഒരു മുഹൂർത്തമാണ് കയ്യേൽപ്പിക്കൽ. മകളെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരിതുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നോക്കിക്കോളാം, എൻ്റെ മകൾ കൂടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവളെ അങ്ങ് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സാധാരണ അവിടെയും അപ്പനൊരു റോളുണ്ട്. നമുക്കറിയാം അങ്ങനെ പോകാൻ നേരത്ത് എല്ലാ സ്തുതിയെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ അന്നേരവും ഇവിടെയും സ്തുതി ചെല്ലും. ഇവിടെ സാധാരണ ഒത്തിരി പേർക്കില്ല. സാധാരണഗതിയിൽ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് സ്തുതി ചൊല്ലിക്കഴിയുമ്പോൾ അപ്പന് സ്തുതിയാണ്. അതാണല്ലോ അവസാന സ്തുതി ചെല്ലുന്നത്. അമ്മ സ്തുതി മേടിച്ചിട്ടാണ് അപ്പൻ സ്തുതി ഈ പെണ്ണിൻ്റെ സ്തുതി മേടിച്ച് കഴിയുമ്പോൾ പെണ്ണിൻ്റെ കയ്യിലോട്ട് ഇത്തിരി പൈസ കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കാണും. അതിനാണ് നമ്മൾ ഇല്ലപ്പണം കൊടുക്കുക എന്ന് പറയും. അതായത് കനാനായ ആചാരം നമ്മൾ 7 ഇല്ലം 72 കുടുംബങ്ങളിൽ നിന്ന് വന്ന ഒരു ഇല്ലത്തിൽ നിന്നാണ് വേറൊരു ഇല്ലത്തിലോട്ട്, ഒരു തറവാട്ടിൽ നിന്ന് വേറെ തറവാട്ടിലോട്ട് വിവാഹത്തിലാവുന്ന. അപ്പം ഇല്ലപ്പണം കൊടുക്കുക എന്നുള്ള രീതിയുണ്ട്. അതിന് ഇന്നത്തെ രീതി വേറെ രീതിയിൽ കൂടെ സാധാരണ യഹൂദർ അതിനെ പിന്നെയും വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നാണെന്നറിയാമോ? സാധാരണഗതിയിൽ പിതൃസ്വത്ത് കൊടുക്കും. ഈ പിതൃസ്വത്ത് കൊടുക്കുക അന്നത്തെ കാലത്തൊക്കെ അത് കൃത്യമായ നിഷ്ഠയായിരുന്നു. എന്ത് സ്വത്ത് കിട്ടിയാലും എന്ത് ഇത് കിട്ടിയാലും അതിൻ്റെ ഒരു ദശാംശം നമ്മൾ ദേവാലയത്തിൽ സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലും കൂടി ഇതിനെ എടുക്കാം. അപ്പോൾ ഈ ഒരു ഇല്ലത്തിൽ നിന്ന് മറ്റൊരില്ലത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ നിങ്ങൾ വളർത്തി വലുതാക്കി തന്ന ഈ പെൺകുഞ്ഞിനെ പ്രതി ഇനി ഞങ്ങളുടെ ഇല്ലത്തിലാണ് വളരുന്നത്, അതിനോട് നിങ്ങളോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഈ അപ്പൻ ഈ മകൾക്ക് ഈ കാശ് കൊടുക്കുന്നത്. ഈ കാശ് സാധാരണഗതിയിൽ അവർ സാധാരണ കുറച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകും, ദേവാലയങ്ങളിൽ പോകും, അതുപോലെ പാവപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ, അതുപോലെ ഗുരുനാഥന്മാർക്ക്, അതുപോലെ വയറ്റാട്ടി, ഇങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ.
അതാണ് ഇല്ലപ്പണം കൊടുത്തിട്ടാണ് ഇവർ വീണ്ടും വീട്ടിലേക്ക് യാത്രയാക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ വിവാഹത്തോട് അനുബന്ധിച്ച് നടക്കുന്ന നമ്മുടെ സുന്ദരമായ ചില നല്ല പാരമ്പര്യങ്ങൾ. അത് അതിൻ്റേതായ അർത്ഥത്തിൽ എടുത്ത് ചരിക്കുമ്പോൾ നമ്മുടെ വിവാഹങ്ങളൊക്കെ മാതൃകാപരമായിട്ടും മറ്റുള്ളവർക്ക് ജീവിതത്തിൽ അതൊരു അനുകരണീയമായിട്ടും മാറുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഏറ്റവും വലിയ വിജയമാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. നന്ദി.